കഴിഞ്ഞ ദിവസം ഹാദിയയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരു പോലീസുകാരൻ്റെ കമൻറ്റ് കാണാനിടയായി. ഹാദിയ വിഷയം കത്തി നിന്ന സമയത്ത്, ഹാദിയയുടെ വീട്ടിൽ പോലീസിൻ്റെ കാവലുണ്ടായിരുന്ന സമയത്ത് അവിടെ പോലീസ് അധികാരിയായി ജോലി ചെയ്തിരുന്ന ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇത്തരത്തിലൊരു കമൻറ്റ് ഇട്ടത്. എന്നാൽ ആ വീഡിയോ ചെയ്തതോടുകൂടി ഇതിനോടകം തന്നെ ധാരാളം പേർ വാട്സപ്പിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കുമായി ഒറ്റ മറുപടി എന്ന നിലയിൽ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമുക്കാദ്യം ആ പോലീസുകാരൻ്റെ കമൻ്റ് ഒന്ന് വായിക്കാം. എത്ര വിഷലിപ്തമായ ചിന്തയാണ് ചിലരുടേത്. അന്ന് സ്ഥലത്തെ പോലീസ് അധികാരിയായി ഞാനും ഉണ്ടായിരുന്നു അവിടെ. ആ അമ്മയുടെയും അച്ഛൻ്റെയും ദുഃഖം നേരിട്ടറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാവാതെ പോയ ഒരാളാണ്. പ്രായപൂർത്തിയാകുന്നതുവരെ ആ മകളെ വളർത്തിയത് അവരായിരുന്നു. ജനിപ്പിച്ചതിൻ്റെയോ വളർത്തിയതിൻ്റെയോ കണക്ക് ഇവിടെ പറയുന്നില്ല. പക്ഷേ ദൂരെ ഒരിടത്തേക്ക് ആ മകളെ ബസ് കയറ്റി വിടുമ്പോൾ, ആ വാഹനം കടന്നുപോയ വഴിത്താരയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൽ അവശേഷിക്കുന്നത് അവളെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരിക്കും. പിടയുന്ന നെഞ്ചിനെ ആശ്വസിപ്പിക്കുന്നതും ആ പ്രതീക്ഷകളിലെ തണുപ്പായിരിക്കും. ആ മകൾ തോന്നിവാസം കാണിക്കുമ്പോൾ പ്രതികരിക്കുന്നത് സ്വാഭാവികം. നീതിപീഠങ്ങൾ കയറി ഇറങ്ങുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നീടുള്ള നാളുകളിൽ മകളെക്കുറിച്ചുള്ള ആ വേദന തന്നെയായിരിക്കും അവർക്ക് കൂട്ടിനുണ്ടാവുക. എന്നെങ്കിലും അവൾ മടങ്ങി വന്നാൽ ആ അമ്മക്കിളിക്കൂട്ടിൽ തൻ്റെ മാറോട് ചേർത്ത് മകളുടെ തേങ്ങലടക്കാൻ തന്നെയാവും അവരാഗ്രഹിച്ചിട്ടുണ്ടാവുക. അമ്മ എന്ന വാക്കിന് പകരം വെക്കാൻ മറ്റൊരു വാക്കില്ലെന്ന് അറിയുക. ഒരമ്മയുടെ ഉദരത്തിൽ ജന്മമെടുത്ത ഒരാൾക്കും ഇങ്ങനെ പറയാൻ കഴിയില്ല. ഇരുവശവും കൂടിയ മുതലെടുപ്പുകാരോട് അന്നും ഇന്നും എന്നും പുച്ഛം മാത്രം. ആ അമ്മയുടെ ശാപം, നീറ്റൽ, കണ്ണുനീരുപ്പ് എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആ പൊന്നുമോളിപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ മാതൃത്വത്തിന് ആദരാഞ്ജലികൾ. എൻ്റെ പ്രിയ സഹോദര, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളിട്ട ഈ കമൻറ്റിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ മാനിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ വൈകാരികതയാണ്. ഹാദിയയുടെ മാതാപിതാക്കളുടെ വേദനകളാണ്, തേങ്ങലുകളാണ്, അവരുടെ സങ്കടങ്ങളാണ്. അതിനപ്പുറം ഹാദിയ എന്നൊരു വ്യക്തി ഉണ്ടെന്നും അവൾക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ടെന്നും അവൾക്ക് ചോയ്സ് ഉണ്ടെന്നും നിങ്ങളാരും ഇതുവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതുതന്നെയാണ് ഈ വിഷയത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നവും. ഹാദിയയ്ക്കൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവൾക്ക് കൂടി ഉള്ളതാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ പോയതാണ് ഹാദിയയുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച. ഹാദിയയ്ക്കൊരു സ്വതന്ത്രമായ ജീവിതമുണ്ടെന്നും അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇനിയും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്, എന്നതിനെ വ്യക്തമാക്കുന്നതാണ് നിങ്ങളുടെ ഈ കമൻറ്റിലുടനീളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരാളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അയാൾ തടവിലാക്കപ്പെട്ടാൽ, അയാൾ എല്ലാ രീതിയിലും പൂട്ടിയിടപ്പെട്ടാൽ, പിന്നെ അവിടെ പരമപ്രധാനമായി ചർച്ചയാവുന്ന വിഷയം അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അതിനേക്കാൾ വലുതല്ല അവൾക്ക് ഉണ്ണാൻ കൊടുത്തതും ഉടുക്കാൻ കൊടുത്തതും ബസ് കയറ്റിവിട്ടതും അവളെ കൈപിടിച്ച് നടത്തിച്ചതും അവളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്കെല്ലാം കാവലിരുന്നതും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വൈകാരികതയ്ക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഏതൊരാൾക്കും സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന വൈകാരികതയ്ക്കും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾക്കുമൊക്കെ തിളക്കമുണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങളിതിൽ പറയുന്നത് പോലെ ഹാദിയ മാതാപിതാക്കളുടെയൊക്കെ സ്വപ്നങ്ങൾ തച്ചുടച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട, അവളുടെ യുക്തിക്കും ബുദ്ധിക്കും ഒരുമിച്ച് പോകാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസം അവൾ തിരഞ്ഞെടുത്തു. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാം മതം തിരഞ്ഞെടുത്തെങ്കിലും അവൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്തത്. ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെയാണ് അവൾ വന്നത്. മകളിങ്ങനെ മറ്റൊരു വിശ്വാസം തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് അവർ പരമ്പരാഗതമായി നിലനിർത്തി വന്ന ആ വിശ്വാസത്തിൻ്റെ യുക്തി അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇനി അത്തരത്തിൽ മകളെ പഴയ വിശ്വാസത്തിലേക്ക്, ഹിന്ദുമത വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മാതാപിതാക്കൾ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ എന്നെങ്കിലും സത്യം മനസ്സിലാക്കുമ്പോൾ അവൾ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മകളെ വീട്ടിൽ പൂട്ടിയിട്ടും പത്രക്കാർക്ക് മുമ്പിൽ വന്ന് അവൾക്ക് വട്ടാണെന്ന് പറഞ്ഞും ഒരു മുസ്ലിമിനെ പോലും ലൈഫിൽ ഒരിക്കലും പരിചയമില്ലാത്ത സ്ഥിതിക്ക് ഇസ്ലാമും മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയായിരുന്നില്ല ആ മാതാപിതാക്കൾ ചെയ്യേണ്ടിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? ഇക്കാലം അത്രയും മകൾ പിന്തുടർന്നു വന്ന വിശ്വാസം, ഹൈന്ദവ മതവിശ്വാസം, അവളെ ആത്മീയമായി ദൈവികമായി തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം തൃപ്തി കണ്ടെത്തുന്ന ഒരു വിശ്വാസത്തിലേക്ക് അവൾ തിരിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇസ്ലാമിൻ്റെ ഭാഗമായത്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവളുടെ സ്വാതന്ത്ര്യബോധത്തെ, ആ ചോയ്സിനെ അതേ മാനസിക വലിപ്പത്തോടു കൂടി ആ മാതാപിതാക്കൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ വിഷയം ഇത്രയും വഷളാവുകയില്ലായിരുന്നു. ഇനി ഹാദിയയുടെ അമ്മ മരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയെ, അമ്മയെ കാണാൻ അനുവദിക്കാഞ്ഞത്? ഇതാണോ ഇസ്ലാം? ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇതാണോ ഇസ്ലാമിൻ്റെ സംസ്കാരം? മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം കമൻറ്റുകൾ ഇന്നലെ വീഡിയോസിന് താഴെയും വന്നു, എനിക്ക് വാട്സപ്പിൽ മെസ്സേജുകളായും വന്നു.
അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആരാണ് ഹാദിയയെ തടഞ്ഞത്? ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും മരിച്ചു പോകുമ്പോഴാണെങ്കിലും ആ മാതാപിതാക്കളെ പോയി കാണാൻ ഹാദിയയെ ആരും തടഞ്ഞിട്ടില്ല. അതിനുള്ള അധികാരം ആർക്കുമില്ല. ഇനി നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഹാദിയയുടെ ഭർത്താവ് ഹാദിയയെ തടഞ്ഞു എന്നാണെങ്കിൽ, അങ്ങനെ ഭാര്യയെ തടയാൻ ലോകത്ത് ഒരു ഭർത്താവിനും, അങ്ങനെ ഭാര്യയെ തടയാൻ ഇസ്ലാമിൽ ഭർത്താവിന് ഒരു അധികാരവുമില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ഭർത്താവിന് ഭാര്യയോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈഗോയുടെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുമായിട്ടുള്ള പിണക്കത്തിൻ്റെ പേരിൽ ഒരു ഭർത്താവ് ഭാര്യയെ മാതാപിതാക്കളെ കാണാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ, ഉറപ്പായിട്ടും ആ ഭാര്യയ്ക്ക്, ആ സ്ത്രീക്ക്, ആ പെൺകുട്ടിക്ക് ആ ഭർത്താവിൻ്റെ കൽപ്പനയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, നിരസിച്ചുകൊണ്ട് അവളുടെ മാതാപിതാക്കളെ പോയി കാണാൻ ഇസ്ലാം അവകാശം കൊടുത്തിട്ടുണ്ട്, അനുവാദം കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ചിടത്തോളം അത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം, ഇസ്ലാമിൻ്റെ ഈ അധ്യാപനം എന്തായാലും ഹാദിയ പഠിച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടും ആ കുട്ടി മരണപ്പെട്ടു പോയ മാതാവിനെ കാണാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് മറുപടി പറയേണ്ടത് മതമല്ല, മുസ്ലിങ്ങളല്ല, പണ്ഡിതന്മാരല്ല, സമുദായമല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മ മരണപ്പെട്ടപ്പോൾ വീട്ടുകാർ ഹാദിയയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. വക്കീലടക്കമുള്ളവരുടെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് തൽക്കാലം ഹാദിയ വീട്ടിലേക്ക് വരാത്തത് എന്നാണ് ഫോൺ കോളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ഇതാണെന്നിരിക്കെ ഇനിയും ഈ വിഷയത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും മതങ്ങൾക്കിടയിൽ കലഹമുണ്ടാക്കാനും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ, ആ മതത്തിൻ്റെ അധ്യാപനങ്ങളെ, അതിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെ, കാഴ്ചപ്പാടുകളെ ഒക്കെയും തെറ്റിദ്ധരിപ്പിക്കാനും മോശമാക്കി ചിത്രീകരിക്കാനും സോഷ്യൽ മീഡിയകളിൽ അവിടെയും ഇവിടെയും കൂട്ടം കൂടി നിൽക്കുന്നവർ ഇതോടുകൂടി പിരിഞ്ഞു പോവേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.